ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോൾ DC, VFA തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ എടാ, ഇന്ന് എന്താണ് പ്രത്യേകത? മാർച്ച് 8 ലോക വനിതാ ദിനമാണ് അല്ലേ? ലോക വനിതാ ദിനമാണിന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. PYQ സെക്ഷനാണ്. ഓക്കെ, തുടങ്ങാം. 4ാം ഭാഗമാണ് PYQ സെക്ഷൻ്റെ. അപ്പോൾ ഇനി വരുന്നത് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഏതാണെന്ന് പറയണേ. ഓപ്പറ, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി, ഡ്രീം വീവർ. ഇതിനകത്ത് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? പറയാമോ? ആൻസർ കിട്ടുന്നുണ്ടോ? ഡ്രീം വീവർ ആണല്ലേ. ഡ്രീം വീവർ ആണ്. എന്താണ് ഡ്രീം വീവർ? അപ്പോൾ ബാക്കി ഓപ്പറ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണെങ്കിലും ആപ്പിൾ സഫാരി ആണെങ്കിലും ഒക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സാ അല്ലേ. ഇതിനകത്ത് അല്ലാത്തതാണ് ചോദ്യം. ഡ്രീം വീവർ ആണ്. അപ്പോൾ എന്താണ് ഡ്രീം വീവർ എന്ന് പറഞ്ഞാൽ? എന്താണ്? വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഡ്രീം വീവർ. എന്താണ്? വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് ഡ്രീം വീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ബ്രൗസ്? എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്നതിനെയാണ് ബ്രൗസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്നതിനെ ബ്രൗസ് എന്ന് പറയുന്നു. ഇനി വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളെയാണ് വെബ് ബ്രൗസറുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ എന്താണ് ഡ്രീം വീവർ എന്ന് പറഞ്ഞാൽ? വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ബ്രൗസ് എന്ന് പറഞ്ഞാലോ ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞു. വെബ് ബ്രൗസർ എന്താണ്? വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഒന്നുകൂടെ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, അങ്ങനെയുള്ള അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ്. അതിന് പറയുന്ന പേരാണ്, കിട്ടിക്കാണും നിങ്ങൾക്ക് ആൻസർ. ഫിഷിംഗ് ആണോ, സ്ക്വാട്ടിംഗ് ആണോ, ക്രാക്കിംഗ് ആണോ, ടെററിസം ആണോ? ഏതാണ് ആൻസർ വരുന്നത്? അത് ഏതാണ് പറയാമോ? ഫിഷിംഗ് ആണല്ലേ. ഫിഷിംഗ് ആണ് ആൻസർ വരുന്നത്. ഫിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഓപ്ഷനിലുണ്ടായിരുന്ന? സ്ക്വാട്ടിംഗ്. എന്താ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് ഡൊമൈൻ നാമങ്ങളുടെ അനധികൃത രജിസ്ട്രേഷനും ഉപയോഗവുമാണ് അല്ലേ. ഇന്റർനെറ്റ് ഡൊമൈൻ നാമങ്ങളുണ്ടല്ലോ, അതിൻ്റെ അനധികൃത രജിസ്ട്രേഷനും ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്നറിയപ്പെടുന്നത്. കിട്ടുന്നുണ്ടോ? ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യത്തെയാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ക്രാക്കിംഗ് ഉണ്ടായിരുന്ന ഓപ്ഷനിൽ. എന്താ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറിയിട്ട് അതിലെ വിവരങ്ങൾ ചോർത്തുന്ന, ക്രാക്ക് ചെയ്യുക, അതാണ് അല്ലേ. ദുരുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഫിഷിംഗ്? എന്ന് പറഞ്ഞാൽ പാസ്വേഡ് വിവരങ്ങൾ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്തായിരുന്നു? ഇന്റർനെറ്റ് ഡൊമൈൻ നാമങ്ങളുടെ അനധികൃത രജിസ്ട്രേഷനും ഉപയോഗവുമാണ് അല്ലേ. ഇനി ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞാലോ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് തൊട്ട് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡിഡ്ലിംഗ് എന്നറിയപ്പെടുന്നത്. ക്രാക്കിംഗ് എന്തായിരുന്നു? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? സ്കാനർ, ബാർകോഡ് റീഡർ,
ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ. ഇതിനകത്ത് ഏതാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്? ഒറ്റയാൻ ആരാണ്? ഏതാണ് ഒറ്റയാൻ വരുന്നത്? സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ. ഇത്രയാണ് ഓപ്ഷൻസ്. ഒറ്റയാൻ ആരാ? കിട്ടിയോ? പ്ലോട്ടർ ആണ് അല്ലേ. കാരണം എന്താ പ്ലോട്ടർ അവിടെ ഒറ്റയാനാന്ന് പറയാൻ കാരണം എന്താ? പ്ലോട്ടർ എന്ന് പറയുന്നത് എന്ത് ഉപകരണമാണ്? ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് അല്ലേ. പ്ലോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഉപകരണമാണ്. ബാക്കി സ്കാനർ ആണെങ്കിലും ബാർകോഡ് റീഡർ ആണെങ്കിലും ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒക്കെ ആണെങ്കിലും ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്ലോട്ടർ ആണ് ഇവിടെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. എന്താണ് പ്ലോട്ടർ? വെക്റ്റർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിന്ററാണ് ഏത്? പ്ലോട്ടർ എന്ന് പറയുന്നത്. എന്താണ്? വെക്റ്റർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിന്ററാണ് പ്ലോട്ടർ. ഓക്കെ, ഡോക്യുമെന്റ്സിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണം ഏതാടാ? ഡോക്യുമെന്റ്സിനെയൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. എന്താണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നത്? മനസ്സിലായോ? ഡോക്യുമെന്റ്സിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഏത്? ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ലാൻ, ലോക്കൽ അല്ലെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കിട്ടുമല്ലോ. ഇനി എന്താണ് പാൻ? ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കുകളാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വാൻ? WAN, വാൻ എന്താ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാലോ അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് അല്ലെ. വൈഡാണ്, വൈഡ്. അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഇനിയുണ്ട് മാനുണ്ടല്ലേ. മാൻ എന്താ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലേ. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മാൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായോ? ലാൻ, പാൻ, വാൻ, മാൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലാൻ എന്ന് പറയുന്നത്. ഇനി പാൻ എന്താണ്? ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്നതാണ് പാൻ. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്താണ്? അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ മാൻ എന്താണ്? ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? മാൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണേ. എല്ലാ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനെ, കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏതാ? ഓപ്ഷൻ വേണോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ഏതാണ് ആൻസർ വരുന്നത്? കിട്ടിക്കാണ് നിങ്ങൾക്ക് ആൻസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലേ ആൻസർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? അറിയാമല്ലോ നിങ്ങൾക്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്? മാക് ഉണ്ട്, മാക്, വിൻഡോസ് 8 അല്ലെ, ലിനക്സ്, ഉബുണ്ടു, യൂണിക്സ്. ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഒന്നുകൂടെ പഠിക്കാവേ. ഒന്നുകൂടെ പറഞ്ഞു. മാക്, എൻ്റെ കൂടെ പറഞ്ഞു. മാക്, വിൻഡോസ് 8, ഉബുണ്ടു, ലിനക്സ്, യൂണിക്സ്. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് പറയാമോ? ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാടാ? അത് ഫ്ലോക്ക് ആണ് കേട്ടോ. ഫ്ലോക്ക്. ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഫ്ലോക്ക് ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ്? ഓപ്ഷൻ ഞാൻ പറയാം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം: ഭൂനികുതി അടയ്ക്കൽ, കെട്ടിട നികുതി അടയ്ക്കൽ, സിനിമ ടിക്കറ്റ് റിസർവ് ചെയ്യൽ, ചരക്ക് സേവന നികുതി അടയ്ക്കൽ. ഏതാണ് സഞ്ജയ എന്ന് പറയുമ്പോൾ? എന്താണത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കെട്ടിട നികുതി അടയ്ക്കലായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. കെട്ടിട നികുതി അടയ്ക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഭൂനികുതി അടയ്ക്കാനുള്ള ഓൺലൈൻ സംവിധാനം പറയാം ഏതാന്ന്? ഭൂനികുതി അടയ്ക്കാൻ വേണ്ടിയുള്ള ഓൺലൈൻ സംവിധാനം ഏതാ? റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, RELIS അല്ലെ. എന്താണ്? റവന്യൂ ലാൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതാണ് ഭൂനികുതി അടയ്ക്കാനുള്ള ഓൺലൈൻ സംവിധാനം. ഇനി
സ്കൂൾ ബസിന്റെ യാത്രാ റൂട്ട് രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിൽ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് കേരള സർക്കാർ ഒരു ആപ്പ് കൊണ്ടുവന്നു. ഏതാണ് ആ ആപ്പ്? സ്കൂൾ ബസിന്റെ യാത്രാ റൂട്ട് രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിൽ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ വികസിപ്പിച്ച ആപ്പ് വിദ്യാവാഹിനിയാണ് കേട്ടോ. വിദ്യാവാഹിനിയാണ്, വാഹനവുമായി ബന്ധപ്പെട്ടതല്ലേ, വിദ്യാവാഹിനിയാണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് പറയാമോ? കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അറിയാമോ നിങ്ങൾക്ക്? ഏതാടാ? തിരുവനന്തപുരമാണോ, കണ്ണൂരാണോ, എറണാകുളമാണോ, പത്തനംതിട്ടയാണോ? ഏതാ ആൻസർ വരുന്നേ? എറണാകുളമാണല്ലേ. ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മൂലമുള്ള മരണം, ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മൂലമുള്ള മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എന്ന് ചോദിച്ചാലോ അത് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ലോകത്ത് ആദ്യമായിട്ട് ഫ്ലോറോണ വൈറസ് ഉണ്ടല്ലോ, ഫ്ലോറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യമാണ് അറിയാമോ? ലോകത്ത് ആദ്യമായി ഫ്ലോറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലാണെന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയും ലോകത്ത് ആദ്യമായിട്ട് ഫ്ലോറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് ഇസ്രായേലുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. താഴെ പറയുന്നതിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കാനായി കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവന, കേരളീയ വാസ്തുശില്പി, കണ്ണൂർ ജില്ലയിലെ കാനായി ഗ്രാമത്തിൽ ജനനം. ശരിയാണോ ആ പ്രസ്താവന? കേരളീയ വാസ്തുശില്പി, കണ്ണൂർ ജില്ലയിലെ കാനായി ഗ്രാമത്തിൽ ജനനം. ശരിയാണോ അത്? അത് തെറ്റാണല്ലേ, ആ പ്രസ്താവന തെറ്റാണല്ലേ. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യൻ ആണോ? KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനാണോ? അതെ, അത് കറക്റ്റാണ്. രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടി. അത് ശരിയാണോ? രാജാ രവിവർമ്മ അതുപോലെ തിക്കുറിശ്ശി അവാർഡൊക്കെ നേടിയിട്ടുണ്ട്, അതും ശരിയാണ്. ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലേഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും. ശരിയാണോ അത്? അതും ശരിയാണ് കേട്ടോ. അപ്പോൾ ഈ 2, 3, 4 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഞാൻ ഒന്നുകൂടെ പറയാം. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനാണ്. രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലേഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഞാനും മുഖാമുഖം ഒന്ന് കേട്ടു വെച്ചോ. ഞാനും ഞാനും മുഖാമുഖം എന്നൊരു കഥാസമാഹാരമുണ്ട്. അത് രചിച്ച വ്യക്തിയാണ് ആര്? കാനായി കുഞ്ഞിരാമൻ. ഞാനും ഞാനും മുഖാമുഖം എന്ന കഥാസമാഹാരം ആരുടെയാണ്? കാനായി കുഞ്ഞിരാമൻ്റെ ആണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് തോടയം, ആട്ടവിളക്ക്, അഞ്ചടി, ഏകലോചനം. ഏതാണ് ഇതിനകത്ത് ബന്ധമില്ലാത്തത്? അഞ്ചടിയാണല്ലേ, അഞ്ചടിയാണ് ബന്ധമില്ലാത്തത്. തോടയവും ആട്ടവിളക്കും ഏകലോചനവും ഒക്കെ കഥകളിയുമായിട്ട് ബന്ധമുള്ളതാണെന്ന് ഓർക്കുക കേട്ടോ. നമുക്കറിയാം ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാടാ? കഥകളിയാണ് അല്ലേ. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കലയാണ് കഥകളി. എടാ, ഈ കഥകളിയിൽ ഉപയോഗിക്കുന്ന കൈമുദ്രകൾ എത്രയാ? കഥകളിയിൽ ഉപയോഗിക്കുന്ന കൈമുദ്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 24 ആണ്. ഓർത്ത് വെച്ചേക്കണേ. ശുദ്ധമദ്ദളം എന്നും ഗണപതിക്കൊട്ട് എന്നും അറിയപ്പെടുന്ന കഥകളിയിലെ ചടങ്ങ് ഏതാണ്? ശുദ്ധമദ്ദളം എന്നും ഗണപതിക്കൊട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കഥകളിയിലെ ഒരു ചടങ്ങുണ്ട്, അതാണ് അരങ്ങുകേളി കേട്ടോ. അരങ്ങുകേളിയാണ്, അരങ്ങുകേളി. ശുദ്ധമദ്ദളം എന്നും ഗണപതിക്കൊട്ട് എന്നും അറിയപ്പെടുന്ന കഥകളിയിലെ ചടങ്ങ് ഏതാ? അരങ്ങുകേളിയാണ് കേട്ടോ. ഒരു ചടങ്ങ് എന്നതിനപ്പുറം കഥാഭിനയവുമായി ഒരു ബന്ധവുമില്ലാത്ത കഥകളിയിലെ ചടങ്ങ് ഏതാടാ? ഒരു ചടങ്ങ് മാത്രം ആയിട്ടേ ഉള്ളൂ. ഇത് കഥാഭിനയവുമായിട്ടോ കഥകളിയുമായിട്ടോ വേറെ ഒരു ബന്ധവുമില്ലാത്ത ഒരു ചടങ്ങുണ്ട് കഥകളിയിൽ. അത് ഏതാടാ? അത് മഞ്ജുതരയാണ്, അഥവാ മേളപ്പദം എന്നും പറയും കേട്ടോ. രണ്ടും മായല്ലേ. മഞ്ജുതര അഥവാ മേളപ്പദം രണ്ടും ഒന്നാണേ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു ചടങ്ങ് എന്നതിനപ്പുറം കഥാഭിനയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കഥകളിയിലെ ചടങ്ങാണ് മഞ്ജുതര അല്ലെങ്കിൽ മേളപ്പദം എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? കിട്ടുമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതാന്ന് പറയണം കേട്ടോ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ. ഡേവിസ് കപ്പ് എന്ന് വന്നിട്ട് ഗോൾഫ് എന്ന് വന്നിരിക്കുന്നു. ശരിയാണോടാ? ഡേവിസ് കപ്പ് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ലല്ലേ? അതുപോലെ പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? അവിടെ ടെന്നീസ് വന്നിരിക്കുന്നത് തെറ്റാണ്. അതുപോലെ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് അത് ക്രിക്കറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്, അതും തെറ്റാണ്. വാക്കർ കപ്പ് ഹോക്കി, അതും തെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ തെറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഡേവിസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാടാ? ഡേവിസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഡേവിസ് കപ്പ് എന്ന് പറയുന്നത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ആണെങ്കിലോ? പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പാണെങ്കിലോ? ഹോക്കി ആണല്ലേ? ഹോക്കി. വാക്കർ കപ്പ് ആണെങ്കിലോ? വാക്കർ കപ്പ് ഗോൾഫ് അല്ലേ? ഗോൾഫ്. കിട്ടിയോ? ഡേവിസ് കപ്പ് ആണെങ്കിൽ ടെന്നീസ്, പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ്, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി, വാക്കർ കപ്പ് ഗോൾഫ്. അപ്പോൾ ഹോക്കിയുമായി ബന്ധപ്പെട്ട പ്രധാന മത്സരങ്ങളാണ്, നിങ്ങൾക്കറിയാം, ആഗാഖാൻ കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, രംഗസ്വാമി കപ്പൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാടാ? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഏതൊക്കെയാ? ആഗാഖാൻ കപ്പ്, ഗുരുനാനാക്ക് കപ്പ്, ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ്, രംഗസ്വാമി കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി ചെസ്സുമായി ബന്ധപ്പെട്ട മത്സരങ്ങളാണ് പറയാൻ പോവാണേ, ശ്രദ്ധിക്കുക. നായിഡു ട്രോഫി, ലിങ്കാം ട്രോഫി, കെയ്താൻ ട്രോഫി. ഏതൊക്കെയാണ്? നായിഡു, ലിങ്കാം, കെയ്താൻ. ഇത് മൂന്നും ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടതാണ്. വില്യം ജോൺസ് കപ്പ്, നെഹ്റു കപ്പ്, ഫെഡറേഷൻ കപ്പ്, VC ഗുപ്ത ട്രോഫി. ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാ? വില്യം ജോൺസ് കപ്പ്, നെഹ്റു കപ്പ്, ഫെഡറേഷൻ കപ്പ്, VC ഗുപ്ത ട്രോഫി. ഓക്കെ അല്ലേ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം, മനുഷ്യ നീ മണ്ണാകുന്നു, കൊടുങ്കാറ്റും കൊച്ചുവള്ളവും. ഇതിൽ M. അച്യുതൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ ആ കൃതികൾ ഞാൻ ഒന്നുകൂടെ പറയാം. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം, മനുഷ്യ നീ മണ്ണാകുന്നു, കൊടുങ്കാറ്റും കൊച്ചുവള്ളവും. ഇതിൽ M. അച്യുതൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? 1ഉം 2ഉം അല്ലേ? അതായത് ചെറുകഥ, ഇന്നലെ ഇന്ന് എന്നുള്ളതും പാശ്ചാത്യ സാഹിത്യ ദർശനം എന്നുള്ളതും ആരുടെ കൃതികളാ? അച്യുതൻ്റെ, M. അച്യുതൻ്റെ കൃതികളാണ്. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം. ഓർക്കണേ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മലയാള സാഹിത്യകാരനാണ് നാരായണൻ. കേട്ടിട്ടുണ്ടാവും. മലയാള സാഹിത്യകാരൻ നാരായണൻ. അദ്ദേഹത്തെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കൊച്ചരേത്തി, വന്നലകൾ, ഈ വഴിയിൽ ആളേറെയില്ല. ഒന്നുകൂടെ പറയാം. മലയാള സാഹിത്യകാരൻ നാരായണൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കൊച്ചരേത്തി, വന്നലകൾ, ഈ വഴിയിൽ ആളേറെയില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇതൊരു കവിതാ സമാഹാരമാണ്. ആരുടെയാണെന്നറിയാമോ? ഇനിയുള്ള ദിവസങ്ങൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് വീരാൻകുട്ടിയാണ് കേട്ടോ. അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചേക്കണം. ഇനിയുള്ള ദിവസങ്ങൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് വീരാൻകുട്ടിയാണ്. വീരാൻകുട്ടി. ഓക്കെ അല്ലേ? വീരാൻകുട്ടിയാണ്. ഓക്കെ. അപ്പോൾ എന്താണ്? ഇനിയുള്ള ദിവസങ്ങൾ എന്ന കവിതാ സമാഹാരം വീരാൻകുട്ടിയുടെയാണ്. കോട്ടയത്തിൻ്റെ കഥ എന്ന പുസ്തകം ആരുടെയാണെന്ന് പറയാമോ? കോട്ടയത്തിൻ്റെ കഥ എന്ന പുസ്തകം ജസ്റ്റിസ് KT തോമസിൻ്റെ ആണ്. കോട്ടയത്തിൻ്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ജസ്റ്റിസ് KT തോമസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധ മലയാളം തമിഴ് സാഹിത്യകാരൻ നീലപത്മനാഭൻ്റെ വിഖ്യാത നോവൽ ഏതാ? അത് പള്ളികൊണ്ടപുരമാണ്. ഒന്നുകൂടെ, റഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധ മലയാളം തമിഴ് സാഹിത്യകാരൻ നീലപത്മനാഭൻ്റെ വിഖ്യാതമായ നോവൽ ഏതാണ്? പള്ളികൊണ്ടപുരമാണ്. ഇത് വിവർത്തനം ചെയ്തത് ഡോക്ടർ ലൂബയാണ് കേട്ടോ. പള്ളികൊണ്ടപുരമാണ് വിവർത്തനം ചെയ്ത ആരാണ്? ഡോക്ടർ ലൂബയാണ്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പവിത്രൻ, P.A. ബക്കർ, T.V. ചന്ദ്രൻ, P.N. മേനോൻ. ആരാടാ കൃഷ്ണൻകുട്ടി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ? ആരാ പറയാമോ? T.V. ചന്ദ്രനാടാ. T.V. ചന്ദ്രനാണേ കേട്ടോ. T.V. ചന്ദ്രനാണെന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദാമിൻ്റെ മകൻ അബു, നമ്മുടെ സലീംകുമാർ അല്ലേ, സലീംകുമാറിന് അവാർഡ് കിട്ടിയ ആദാമിൻ്റെ മകൻ അബു, കുഞ്ഞനന്തൻ്റെ കട, പത്തേമാരി, മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമ പത്തേമാരി, ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തി ആരാ? സലീം അഹമ്മദാണ് അല്ലേ. സലീം അഹമ്മദിൻ്റെ പടങ്ങളാണ് ഏതൊക്കെ? ആദാമിൻ്റെ മകൻ അബു, കുഞ്ഞനന്തൻ്റെ കട, പത്തേമാരി. പേരറിയാത്തവൻ എന്ന സിനിമ, പേരറിയാത്തവൻ ആരാണ്? അത് നമ്മുടെ സുരാജിൻ്റെ പേരറിയാത്തവൻ അല്ലേ. സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് അല്ലേ. ഡോക്ടർ ബിജു ആണ്. നമ്മുടെ T.V. ചന്ദ്രൻ്റെ പ്രധാന മലയാള സിനിമകൾ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് T.V. ചന്ദ്രൻ. T.V. ചന്ദ്രനാണ് ഈ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമകൾ, പ്രധാന മലയാള സിനിമകളാണ് കഥാവശേഷൻ, പൊന്തന്മാട, ഭൂമിയുടെ അവകാശികൾ, പാടമൊന്നൊരു വിലാപം കേട്ടോ. കഥാവശേഷൻ, പൊന്തന്മാട, ഭൂമിയുടെ അവകാശികൾ, പാടമൊന്നൊരു വിലാപം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. നമുക്ക് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.